ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? ഞങ്ങൾ തറവാട്ടിൽ നോമ്പ് തുറയാണ് കേട്ടോ. ഇത് 2 ദിവസം മുന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പിന്നെ ഓരോ തിരക്ക് കാരണം വീഡിയോ ഇടാൻ ലേറ്റ് ആയതാണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നോമ്പും അല്ലേ, അപ്പോൾ നമുക്ക് ഓരോ തിരക്കായിട്ട് അങ്ങനെ നേരം വൈകിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ. അത് ഞാനിതിൽ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ബിരിയാണിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, പിന്നെ ചിക്കനൊക്കെ ഇതാ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വേവിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്താണ് മിക്സിയിൽ. പിന്നെ അതേപോലെ ഇതാ ഉള്ളി ഇതൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ അതൊരു രസമാണല്ലോ. അപ്പോൾ ഇതാ ചിക്കൻ കൊണ്ട് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പത്തിരിക്ക് കേട്ടോ. പിന്നെ സമൂസക്ക് വേണ്ട മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് പഴുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഫ്രൂട്ട്സിൻ്റെ വണ്ടി വന്നപ്പോൾ ഞങ്ങൾ കയ്യിൽ പൈനാപ്പിൾ ഉണ്ട് പറഞ്ഞപ്പോൾ പോയി നോക്കിയതാണ്. അപ്പോൾ അതിൽ നിന്ന് പഴുത്ത 2 പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതാ സമൂസയൊക്കെ ചുറ്റിയാണ് കേട്ടോ. ഇതിൽ ചിലവർക്ക് സമൂസ ചുറ്റാൻ അറിയും, ചിലവർക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഓലിങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഇരുന്നിട്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാനിവിടെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ബീഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേറെയും പരിപാടികളൊക്കെ ഉണ്ട്. റവ ഉണ്ടാക്കാനുണ്ട്. പിന്നെ ഞാനിത് മുളക് ബജിനുള്ള മസാല കൂട്ടാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം മുട്ട ബജിനുള്ളത് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മൈദയും കടലപ്പൊടിയും പിന്നെ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കായം പൊടിയും കൂടെ ചേർത്തിട്ട് ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നല്ല കട്ടിയിലൊരു ബാറ്ററി കലക്കി വെക്കാനിട്ട് ചെയ്യുക. പിന്നെ ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ നമ്മളൊന്ന് കൂട്ടി വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. നല്ല ക്രിസ്പി ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ കഴിക്കാൻ. ചിക്കൻ മസാലയും പിന്നെ അതുപോലെ കായത്തിൻ്റെ പൊടി ഇടാൻ മറക്കരുത് കേട്ടോ. അതിട്ടിട്ട് നിങ്ങൾ മുളക് ബജി ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അതുപോലെ മുട്ട ബജിനും ഇതേ സെയിം മാവിനെയാണ് കേട്ടോ ഞാൻ കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ബാക്കിയുള്ളതിനനുസരിച്ച് കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഓവറായിട്ട് കൂട്ടിയിട്ട് ബാക്കി വെറുതെ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കൂട്ടിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതാ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ പറഞ്ഞിട്ട് അപ്പോൾ അവരൊക്കെ പാടി ഇരുന്നിട്ട് സമൂസൊക്കെ ചുറ്റി വരുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഇതും കൂടി റെഡിയാക്കി വെച്ചാൽ പിന്നെ സമൂസ പൊരിക്കലും കഴിഞ്ഞ് മുളക് കട്ട് ചെയ്താൽ നമുക്ക് ഇതാക്കും ചെയ്യാം. പിന്നെ കോഴിമുട്ട അവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരാൾ നോക്കുന്നുണ്ട്. അപ്പോൾ നാത്തൂമാരും മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണികൾ തീരും ചെയ്യും. നല്ല രസമാണ് എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ. പിന്നെ ഞാൻ അതൊക്കെ കൂട്ടിച്ച് വന്ന് നോക്കുമ്പോൾ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത് പിന്നെ ഇതാ മസാലയൊക്കെ റെഡിയായി. ഞാൻ ചിക്കനൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ചോറൊന്ന് ദം ചെയ്തിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിമൊക്കെ നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ചോറൊന്ന് റെഡിയാക്കി എടുക്കട്ടെ, എന്നിട്ട് വേണം സമൂസ പൊരിക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഊറ്റി വെച്ച് പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ദം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനതൊക്കെ ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് തീയും കൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിമൊക്കെ നോക്കണ്ട. അത് പിന്നെ നമ്മൾ കഴിക്കണ നേരത്തൊന്ന് പൊട്ടിച്ച് നമ്മളൊന്ന് സെറ്റാക്കി വിളമ്പിയാൽ മതി കേട്ടോ. അപ്പോൾ അതിമൊക്കെ തീയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഇതാ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങളിതിൽ സമൂസ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. സമൂസ ചുറ്റിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് പൊരിച്ചെടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ മുളക് ബജിയും കൂടെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് കോഴിമുട്ട ഓഫാക്കി വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരാൾ അവിടെ ഇരുന്ന് തൊലിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഈ സമൂസ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ രണ്ടാമത്തെ നാത്തൂനാണിത്. ഞങ്ങൾ രണ്ടാളും കൂടെ ഇട്ടത് പൊരിച്ചെടുക്കണത്. അപ്പോൾ അത് പൊരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുളക് ബജിയും പൊരിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതിൻ്റെ പരിപാടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഉള്ള പരിപാടികൾ നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് റവ ഉണ്ടാക്കണം കേട്ടോ. ഞങ്ങളിവിടെ തരിക്കഞ്ഞി എന്ന് പറയും, നിങ്ങളൊക്കെ എന്താ പറയുകയെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ സമൂസയൊക്കെ പൊരിച്ച് കോരുന്നുണ്ട്. പിന്നെ റവ ഉണ്ടാക്കും വേണം. അപ്പോൾ മരുമോനെ ആദ്യത്തെ നോമ്പറക്കലാണ്, അപ്പോൾ ഓനും വരുന്നുണ്ട്. പിന്നെ ചെറിയ നാത്തൂനും ഓൾ ഹസ്ബൻഡും കുട്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ല രസമാണ്. എല്ലാവരും കൂടെ കൂടിയാൽ കുറേ ആൾക്കാരും ഉണ്ടാവും. പിന്നെ സംസാരവും കളിയും ചിരിയൊക്കെ ആയിട്ട് പെൺകുട്ടികൾ ഒരേപോലെ ഉള്ളവർ 5-6 ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഓലിങ്ങനെ ഇരുന്ന് വർത്താനം പറയക്കാരം. അപ്പോൾ ഓലിങ്ങനെ തൊളിച്ചുണ്ടാക്കിയിട്ട് വേണം അത് ചെയ്യൂട് ഇത് ചെയ്യൂട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞതാക്കിയിട്ട് വേണം. എല്ലാവരും കൂടെ കൂടിയാൽ പിന്നെ ഓരോരുത്തരും ഇങ്ങനെ ഓരോരോ ഇതിലേർപ്പെട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതാ സമൂസ ഫുള്ള് ചുറ്റൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനത് പൊരിക്കൽ കുറച്ചായപ്പോൾ വേറൊരാൾ വന്നിട്ട് എന്നാൽ അതായി ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുളക് കട്ട് ചെയ്യാനിരുന്നതാണ് കേട്ടോ.
അപ്പോൾ മുളക് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരാളിതാ കോഴിമുട്ടൊക്കെ തൊലിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് കട്ട് ചെയ്തിട്ട് അതിക്ക് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇനി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ മാവിൽ മുക്കിയിട്ട് പൊരിക്കുകയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കുക. പിന്നെ ഇതാ മുളക് ബജിയാണ് കേട്ടോ ഇപ്പോൾ പൊരിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഞാനതിന് മസാല തേച്ചിട്ട്, മസാല അതിന് മുകളിൽ ഞാൻ ഉള്ളിയും പച്ചമുളകും പിന്നെ അതുപോലെ പിന്നെ വലിയ ഉള്ളിയും മല്ലിച്ചപ്പും ഒക്കെ കൂടെ ചെറിയൊരു മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ മറന്നതായിരുന്നു. അപ്പോൾ പിന്നെ അത് ചൂടാറിയിട്ട് വേണം കോഴിമുട്ടൻ്റെ മേലെ വെക്കാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിമുട്ടയും ചൂടാറിയിട്ട് ഒക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെക്കണുണ്ട് ഓള്. പിന്നെ ഇതാ ഞാൻ മുളക് വെജ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ കഴിഞ്ഞിട്ട് പിന്നെ അതിന്മേ മസാല തേച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മസാല ആക്കിയിട്ട് നമ്മളിവിടെ വാട്ടി വെച്ചിട്ടുള്ള മസാല ആക്കിയിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ മുട്ട ബജി ഉണ്ടാക്കിയാൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുളക് ബജിക്ക് ഉണ്ടാക്കിയ ആ മാവ് തന്നെയാണ്. അതിൽ കൂടെ കുറച്ചും കൂടെ ഞാൻ പൊടികളിട്ടിട്ട് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ മാവിൽ മുക്കിയിട്ട് കൈ കൊണ്ട് എടുത്തിട്ടും ചെയ്യുക, പിന്നെ സ്പൂൺ കൊണ്ട് എടുത്തിട്ട് കേട്ടോ. അങ്ങനെ ചെയ്യുക കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 5 മണി 5:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ നാത്തൂൻ്റെ ഹസ്ബൻഡും പിന്നെ മക്കളൊക്കെ കൂടെ ഇരുന്നിട്ട് ഓലിതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ജ്യൂസ് അടിക്കുന്നുണ്ട്. വത്തക്ക ജ്യൂസും ഷമാമ ജ്യൂസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ കട്ട് ചെയ്യണത് അവരിരുന്നിട്ട്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, നോമ്പല്ല എല്ലാവർക്കും ഒരുപോലെ ഇരിക്കണമല്ലോ നോമ്പിറങ്ങുന്ന ടൈമിന്. അപ്പോൾ അവിടെ ഉള്ളിൽ ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ടേബിൾ ബാക്കിയുള്ളത് പുറത്തിട്ടതാണ് കേട്ടോ. കുട്ടികൾ നോമ്പില്ലാത്ത ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ അവർ അവിടെ ഇരുന്നോളും, തിരക്കുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഓലിക്ക് പുറത്തിട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ അത് ഞങ്ങൾ ഉള്ളിൽ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്ത് ഹാളിൽ ആണുങ്ങൾക്കും പിന്നെ നമ്മൾ ഉള്ളിൽ വലിയ അടുക്കള ഉണ്ട്, അതിൽ പെണ്ണുങ്ങൾക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ട് വെള്ളം കൂടെ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ നോമ്പറക്കാരായിട്ടുണ്ട്. ഏകദേശം 6 മണി 6:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞങ്ങളിതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ മോൻ്റെ ഫ്രണ്ട്സുകളും ഉണ്ട് കേട്ടോ നോമ്പറക്കാൻ. അപ്പോൾ ഓലെല്ലാവരും കൂടെ ഇതാ പുറത്ത് ഇവിടെ നോമ്പറക്കാനൊക്കെ ഇരുന്ന് നോമ്പറക്കൽ കഴിഞ്ഞ് പിന്നെ ഇവിടെ തന്നെ നിസ്കരിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ. ഇവിടെ പെണ്ണുങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓലൊക്കെ അവിടെ ഇരുന്നു. കുട്ടികളിതാ ഇവിടെ ഇരുന്നങ്ങാണ്ട് നോമ്പറന്നിട്ട് ഓല് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് നല്ല രസമാണല്ലോ പുറത്തിങ്ങനെ ടേബിളൊക്കെ ഇട്ടിട്ട് ഓലിരിക്കുമ്പോൾ ഓൽക്ക് അത് നല്ല രസമാണ് കേട്ടോ അങ്ങനെ ഇരിക്കണത്. പിന്നെ നോമ്പറക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അത് ആണുങ്ങളൊക്കെ ഇവിടെ നിന്ന് നിസ്കരിച്ചു, പെണ്ണുങ്ങളൊക്കെ പിന്നെ റൂമിലും പോയി അങ്ങനെ നിസ്കരിച്ചു. പിന്നെ ഓലെന്നെ ഓൽക്കുള്ള ടേബിൾ സെറ്റ് ചെയ്യാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഞാൻ ചോറൊക്കെ നിസ്കാരം കഴിഞ്ഞ് വന്ന് പിന്നെ പെട്ടെന്ന് ചോറൊക്കെ ദമ്മ് പൊട്ടിച്ച് ചോറൊക്കെ വിളമ്പി പിന്നെ പത്തിരിയും പൊറാട്ടയും ചിക്കൻ കറിയും പിന്നെ അതുപോലെ ചോറും കൂടെ കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് എല്ലാവരും കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. മോൻ്റെ ഫ്രണ്ട്സുകളും ഞങ്ങൾ വരാൻ കാത്തിക്കുന്നു കേട്ടോ. അപ്പോൾ ഓല് അവിടെ ഇരുന്നിട്ട് ഫുഡിൻ്റെ അഭിപ്രായമൊക്കെ പറയാൻ കേട്ടോ. ഞങ്ങളെ കളിയാക്കാണ് ധാരുണ്ടാക്കി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഓലിങ്ങനെ ഞങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും നാത്തുമാരും കൂടെ അങ്ങനെ നിന്നിട്ട് ഓലോട് ചോദിക്കുകയാണ് എന്താണ് ഏതിനാണ് കുഴപ്പമുള്ളത്, ഏതാ ടേസ്റ്റ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഓല് ഓരോന്ന് പറഞ്ഞു തരാണ്. അപ്പോൾ ഓർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഓല് അങ്ങനെ ഇരുന്ന് കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങളും കൂടെ വന്നിരുന്നിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ, ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ അത് നല്ലൊരു രസമാണല്ലോ. അപ്പോൾ എന്തൊക്കെ നിങ്ങളെ വീട്ടിലേക്ക് വിശേഷങ്ങൾ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകൊണ്ടു കേട്ടോ. അപ്പോൾ നിങ്ങളെ വീട്ടിൽ നോമ്പുതുറൊക്കെ കഴിഞ്ഞോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടു. അപ്പോൾ ഞങ്ങളെ തറവാട്ടിലെ നോമ്പുതുറയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണത്. നിങ്ങളപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.